എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്രാൻ എൻ ഹുസൈനിന്റെ കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ ഖുർആൻ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഇതിനകത്ത് വളരെ കൗതുകകരമായൊരു പ്രവചനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനമുണ്ട്. നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാം. അപ്പോ നമുക്കൊരു നിഗൂഢതയിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ലോകപ്രശസ്തമായ ഒരു നഗരം, ചരിത്രത്തിൽ അത്രയേറെ പ്രാധാന്യമുള്ള ഒന്ന്. അതിന്റെ പേര് മനഃപൂർവ്വം മാറ്റപ്പെട്ടു. ഇന്ന് ആ പഴയ പേര് ഏതാണ്ട് ആരുപയോഗിക്കുന്നില്ല. എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? അപ്പോൾ ഈ പുസ്തകത്തിന്റെ രചയിതാവ് പറയുന്നത് ഇതൊരു സാധാരണ പേരുമാറ്റമല്ലായിരുന്നു എന്നാണ്. ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു താക്കോൽ, ഒരു വലിയ രഹസ്യം കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പഴയ പേരിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ശരി, അപ്പോൾ എന്താണ് ഈ പ്രവചനം? ഇത് കേൾക്കുമ്പോഴേ മിക്കവാറും എല്ലാവരുടെയും ഓർമ്മയിലേക്ക് വരുന്നത് 1453 ആ ചരിത്രപ്രസിദ്ധമായ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കലായിരിക്കും. പക്ഷേ ഗ്രന്ഥകർത്താവ് പറയുന്നതെന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ പ്രവചനം അതല്ല. ആ ചരിത്ര വിജയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് എന്നാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, 1453 ഓട്ടോമൻ സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. അത് ലോകചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയൊരു സംഭവമായിരുന്നു, സംശയമില്ല. പക്ഷേ യഥാർത്ഥ ചോദ്യം അതല്ല. മുഹമ്മദ് നബി പ്രവചിച്ച ആ വലിയ വിജയം, അത് ശരിക്കും ഇതായിരുന്നുവോ? ഈ പുസ്തകത്തിന്റെ പ്രധാന വാദം തന്നെ അതല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. ഗ്രന്ഥകർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഹദീസുകളിൽ പറയുന്ന ലോകാവസാന സംഭവങ്ങളുടെ ഒരു പ്രത്യേക ടൈം ലൈനാണ്. അതായത് ഓരോ സംഭവങ്ങളും നടക്കേണ്ടതിനൊരു ക്രമമുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഈ ടൈം ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ 1453 ആ വിജയം ഈ ക്രമത്തിൽ ശരിയാവുന്നില്ല. കാരണം അതിനു മുൻപ് നടക്കേണ്ടിയിരുന്ന ഒരു മഹായുദ്ധം അഥവാ അർമഗെദ്ദോൻ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ പ്രവചനത്തിൽ പറയുന്ന ആ യഥാർത്ഥ വിജയം ഇനിയും ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒന്നാണെന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. അപ്പോൾ 1453 ആ വിജയം പ്രവചനത്തിൽ പറഞ്ഞ ഒന്നല്ലെങ്കിൽ പിന്നെ ഏതാണ് ആ യഥാർത്ഥ വിജയം, അല്ലേ? ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ ഗ്രന്ഥകർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത് ഖുർആനിലെ സൂറത്ത് അൽ റൂം എന്ന അധ്യായത്തിലേക്കാണ്. ഈ റൂം എന്ന് ഖുർആനിൽ പറയുന്നത് കിഴക്കൻ റോമൻ സാമ്രാജ്യത്തെയാണ്. നമ്മളിന്ന് ബൈസന്റൈൻ ക്രിസ്ത്യൻ സാമ്രാജ്യം എന്ന് പറയുന്നതിനെ. ഇനി ഖുർആനിലെ ഈയൊരു ഭാഗം റോമിന് ഒരു വിജയം ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, മുമ്പും ശേഷവും എന്ന പ്രയോഗം. ഗ്രന്ഥകർത്താവിന്റെ വ്യാഖ്യാനത്തിന്റെ എല്ലാം അടിസ്ഥാനം ഈയൊരു പ്രയോഗമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇതിനർത്ഥം ബൈസന്റൈൻ സാമ്രാജ്യത്തിന് ഒരു വിജയമല്ല, മറിച്ച് 2 വിജയങ്ങളുണ്ടാകുമെന്നാണ്. അതിലൊന്ന് പണ്ട് ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞു, അടുത്തത് ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ഒന്നാണ്. ഇവിടെ വെച്ചാണ് ഈ വ്യാഖ്യാനം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഗ്രന്ഥകർത്താവ് ഇവിടെ സംസാരിക്കുന്നത് 2 തരം ക്രിസ്തുമതങ്ങളെക്കുറിച്ചാണ്, പിന്നെ അവയെ തമ്മിൽ വേർപ്പെടുത്തിയൊരു വലിയ ചരിത്ര സംഭവത്തെക്കുറിച്ചും. ഈ പറയുന്ന വലിയ ചരിത്ര സംഭവം എന്നത് മറ്റൊന്നുമല്ല, 1054 നടന്ന മഹാവിഘടനയാണ്. അതായത് ക്രിസ്ത്യൻ ലോകം കിഴക്കും പടിഞ്ഞാറുമായി 2ആയി പിളർന്നുപോയ ആ സംഭവം. അപ്പോ ഗ്രന്ഥകർത്താവിന്റെ പ്രധാന വാദത്തിന്റെ എല്ലാം അടിസ്ഥാനം ഈയൊരു വിഭജനമാണ്. അദ്ദേഹം പറയുന്നത് കിഴക്കിന്റെ റൂം അഥവാ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ യഥാർത്ഥ പാതയിൽ തന്നെ തുടർന്നുവെന്നും എന്നാൽ പടിഞ്ഞാറിന്റെ റൂം വഴിതെറ്റിപ്പോയി എന്നുമാണ്. ഈ പടിഞ്ഞാറിന്റെ റൂം എങ്ങനെയാണ് വഴിതെറ്റിയത് എന്ന് വിശദീകരിക്കാൻ ഗ്രന്ഥകർത്താവ് ഖുർആനിലെ ഒരു ഉപമയാണ് ഉദാഹരണമായി കാണിക്കുന്നത്. ശബ്ബത്ത് നിയമം ലംഘിച്ച ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഒരു കഥ. ഈ കഥയിൽ നിന്ദിക്കപ്പെട്ട കുരങ്ങന്മാരാവുക എന്ന് പറയുന്നുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ അവർ മൃഗങ്ങളായി മാറി എന്നല്ല ഗ്രന്ഥകർത്താവ് പറയുന്നത്, മറിച്ച് ഇതൊരു രൂപകമാണ്. അതായത് ദൈവിക നിയമങ്ങളെയും മൂല്യങ്ങളെയും കൈയൊഴിഞ്ഞ് ലജ്ജയില്ലാത്തൊരു സമൂഹമായി മാറുന്നതിന്റെ പ്രതീകം. ആധുനിക പാശ്ചാത്യ സംസ്കാരത്തിന്റെ പോക്ക് ഈയൊരു ദിശയിലാണെന്നും അദ്ദേഹം വാദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അവസാനം കോൺസ്റ്റാന്റിനോപ്പിളുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? എന്തായിരിക്കും ആ നഗരത്തിന്റെ അവസാനത്തെ റോള്? നമുക്ക് നോക്കാം. പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു ക്രമം ഗ്രന്ഥകർത്താവ് വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ആദ്യം ഒരു മഹായുദ്ധം നടക്കും. അതിൽ കിഴക്കിന്റെ റൂം, അതായത് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ വിജയിക്കും. ആ വിജയത്തിനു ശേഷം ഒരു മുസ്ലിം ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സഖ്യം രൂപപ്പെടും. ഒടുവിൽ ഒരു മുസ്ലിം സൈന്യം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നതോടെ ആ പ്രവചനം പൂർത്തിയാകും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ, ഈ അവസാനത്തെ വിജയം ഒരു ശത്രുതയുടെയോ ആക്രമണത്തിന്റെയോ ഭാഗമായിട്ടല്ല ഗ്രന്ഥകർത്താവ് കാണുന്നത്, മറിച്ച് അതൊരു പുതിയ തുടക്കമാണ്.
മുസ്ലിങ്ങളും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു വലിയ സഖ്യത്തിന് വഴിയൊരുക്കുന്ന ഒരു നിർണായക പടിയായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഈയൊരു ചിന്ത അദ്ദേഹം പുസ്തകത്തിന്റെ സമർപ്പണത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത്, ആ പ്രവചിക്കപ്പെട്ട വിജയം നടന്നു കഴിയുമ്പോൾ ഹാഗിയ സോഫിയെ അതിന്റെ യഥാർത്ഥ അവകാശികളായ ക്രിസ്ത്യൻ ജനതയ്ക്ക് തന്നെ തിരികെ നൽകും എന്നൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അപ്പോൾ നമ്മൾ കേട്ടതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭാവനാസൃഷ്ടി മാത്രമാണോ, അതോ നമ്മുടെ കൺമുന്നിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവചനമാണോ ഇത്? എന്തായാലും ചരിത്രത്തെയും വിശുദ്ധ ഗ്രന്ഥങ്ങളെയും കുറിച്ച് തികച്ചും വ്യത്യസ്തമായ, ഒരുപാട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഗ്രന്ഥകർത്താവ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി.